എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. നമ്മുടെ നാട്ടിൽ ടെക്നോളജി ഇപ്പോൾ വളരെയധികം മുന്നോട്ട് വളർന്നിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ ആ ടെക്നോളജിയെ നമ്മളെപ്പോലുള്ള ആളുകൾ നന്നായിട്ട് ഉപയോഗിക്കുന്നോ അതോ ചീത്തയായിട്ട് ഉപയോഗിക്കുന്നോ എന്നുള്ളതിലാണ് പ്രധാനമായിട്ടുള്ള കാര്യം ഇരിക്കുന്നത്. ഇന്നത്തെ ഈ വീഡിയോയിൽ അത്തരത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ടെക്നോളജിയെ ചീത്തയായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഇൻസ്റ്റഗ്രാം പേജിനെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോവുകയാണ്. അപ്പോൾ ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും നമ്മുടെ നാട്ടിൽ നല്ല രീതിക്ക് ജീവിക്കുന്ന സ്ത്രീകൾ എത്രത്തോളം സുരക്ഷിതരാണ് എന്നുള്ള കാര്യം നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റും. അപ്പോൾ കൂടുതൽ ഘടിപ്പിക്കുന്നില്ല, നേരെ വീഡിയോയിലേക്ക് പോകാം. നമ്മളുടെ പ്രധാന വിഷയത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പേ എല്ലാ ദിവസവും എല്ലാ വീഡിയോയിലും ഞാൻ പറയുന്നത് പോലെ തന്നെ ഈ വീഡിയോ കാണുന്ന നിങ്ങളിൽ ആരെങ്കിലുമൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് ആ സബ്സ്ക്രൈബ് ബട്ടണിൽ ഒരു ക്ലിക്ക് വെച്ച് കൊടുക്കുക. ഈ മുഖം ഇടയ്ക്ക് കാണുന്നൊരു പോരായ്മ മാത്രമേ ഉള്ളൂ. പോകെ സെറ്റാവും, നിങ്ങൾക്ക് തന്നെ ഇഷ്ടപ്പെടും എന്ന് തന്നെയാണ് നിലവിൽ വരെയുള്ള എൻ്റെ പ്രതീക്ഷ. ഇനി നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. നമ്മുടെ വീഡിയോയിലും പ്രധാന വിഷയത്തിലേക്ക് കിടക്കുമ്പോൾ സംഭവം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരുപാട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വളരെയധികം പുരോഗതി പ്രാപിച്ച ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഈ കാലഘട്ടത്തിൽ നമ്മൾ ഈ ഡീപ് ഫേക്ക് എന്ന് പറയുന്ന സാധനം കുറച്ച് നാളുകൾക്ക് മുമ്പ് വളരെ വ്യാപകമായി നമുക്കിടയിൽ ചർച്ച ചെയ്തതാണ്. അതായത് നമ്മളുടെ ഒരു ഫേസ് കിട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മുടെ ഒരു ഇമേജ് കിട്ടിക്കഴിഞ്ഞാൽ ആ ഇമേജിനെ വീഡിയോ ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ എൻ്റെ ഈ മുഖത്തെ വലിച്ചെടുത്ത് വേറൊരാളുടെ മുഖത്തേക്ക് വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ പണ്ട് കാലങ്ങളിൽ മോർഫിംഗ് എന്ന് പറയത്തില്ലേ, അതേപോലത്തെ ഒരു സംഭവം ഇപ്പോൾ കുറച്ചും കൂടെ പെർഫെക്ഷനോടെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോടു കൂടി നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇത്തരത്തിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കൊണ്ട് നമ്മളൊരു കാര്യം ക്രിയേറ്റ് ചെയ്യുമ്പോഴത്തേനും ഈ സാധനം ഒറിജിനൽ ഏതാണ് റിയൽ ഏതാണെന്ന് തിരിച്ചറിയാൻ പറ്റാത്തൊരു സാഹചര്യത്തിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ സോഷ്യൽ മീഡിയയിൽ ഹിറ്റായ ലേഡി ഇൻഫ്ലുവൻസേഴ്സിൽ രണ്ട് തരം ആളുകളുണ്ട്. ഒന്നാമത്തെ തരത്തിൽ നമ്മൾ പറയുമ്പോഴത്തേനും നമ്മുടെ നിമിഷ ബിജു, പിന്നെ നമ്മുടെ നില നമ്പ്യാർ, ഇവരെ പോലെ മറ്റുള്ളവർ ഇച്ചിരി കണ്ടോട്ടെ ഇച്ചിരി ഒന്ന് തുറന്നൊക്കെ ഇട്ട് അത് ചെയ്യുന്ന ഒരു ഇനം ആളുകൾ. രണ്ടാമത്തെ ഗണത്തിൽപ്പെടുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ വളരെ മാന്യമായിട്ട് അവരുടെ കണ്ടൻറ്റുകൾ കൊണ്ടോ അവരുടെ സൗന്ദര്യം കൊണ്ടോ ഹിറ്റായി വരുന്ന ആളുകൾ. അപ്പോൾ ഈ രണ്ടാമത്തെ ഗണത്തിൽപ്പെടുന്ന ആളുകൾക്കാണ് ഇതുകൊണ്ടുള്ള പ്രധാന പ്രശ്നം. കാരണം ഒന്നാമത്തെ ഗണത്തിൽപ്പെടുന്ന ആളുകൾ ടാർഗറ്റ് ചെയ്യേണ്ട കാര്യമില്ലോ, സ്വാഭാവികമായിട്ടും അവർ ആ നാട്ടുകാർക്ക് കാണണമെന്ന് ആഗ്രഹമുള്ള സാധനങ്ങളിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ രണ്ടാമത്തെ ഗണത്തിൽപ്പെടുന്ന ആളുകളെ ഇത്തരത്തിലുള്ള ചില ആളുകൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോടു കൂടി അവരുടെ മുഖമെടുത്തിട്ട് മറ്റൊരു ബോഡിയുമായിട്ട് കുത്തിക്കയറ്റി, നിലവിലെ സാഹചര്യത്തിൽ അത് പെർഫെക്ഷൻ അല്ല, ഞാൻ ഇത് ഫേക്കാണെന്ന് അവർ തന്നെ അവകാശപ്പെടുന്നുണ്ട്. എന്നിരുന്നാലും ഒരാളുടെ ഐഡൻറ്റിറ്റി എടുത്ത് മോശമായിട്ട് ഉപയോഗിച്ച് നമുക്ക് മുന്നിൽ, അതായത് നമ്മളെപ്പോലെ ഇൻസ്റ്റാഗ്രാം അല്ലെങ്കിൽ ഫേസ്ബുക്ക് അല്ലെങ്കിൽ യൂട്യൂബ് ഉപയോഗിക്കുന്നവരുടെ മുമ്പിലേക്ക് മോശമായിട്ടുള്ള രീതിയിൽ എത്തിക്കുകയും അവരുടെ ഒരു ഇമേജ് നശിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ആദ്യം ഞാൻ ഇവിടെ എവിടെ സ്ഥലമുള്ളതെന്ന് വെച്ചാൽ അവിടെ മാന്യമായി സൗന്ദര്യം കൊണ്ട് അല്ലെങ്കിൽ അവരുടെ കണ്ടൻറ്റ് കൊണ്ട് ഹിറ്റായ കുറച്ച് ഇൻഫ്ലുവൻസേഴ്സിൻ്റെ പടം കൊടുക്കാം. ഇനി ഈ പടത്തിന് ശേഷം എന്താണ് ഈ പേജെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? ആ പേജിനകത്തുള്ള കുറച്ച് ഫോട്ടോസ് അത്യാവശ്യം ബ്ലർ ചെയ്ത് ഞാൻ കാണിച്ചു തരാം, നിങ്ങളൊന്ന് കണ്ടിട്ട് പോയോ. ഇതിൽ നിന്ന് തന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എത്രത്തോളം ഡേഞ്ചറസ് ആണെന്നുള്ള കാര്യം നിങ്ങളെല്ലാം മനസ്സിലാക്കണം. ഇപ്പോൾ നമ്മൾക്കറിയാവുന്ന സമൂഹത്തിൽ നല്ല രീതിയിലുള്ള ഫോട്ടോസ് ഇട്ട് ജീവിക്കുന്ന നടിമാർ, അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസേഴ്സ്, യൂട്യൂബ് ഇൻഫ്ലുവൻസേഴ്സ്, അല്ലെങ്കിൽ നിങ്ങളുടെ വീടിനപ്പുറത്തുള്ളവർ, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ളവർ തന്നെ, ഇവരുടെ ആരുടെയെങ്കിലും ഒരു ഫോട്ടോ അവർക്ക് ലഭിച്ചു കഴിഞ്ഞാൽ AI സഹായത്തോടെ തന്നെ അതിൻ്റെ ഡ്രസ്സ് അടുപ്പിക്കാൻ ഇവരെ കൊണ്ട് സാധിക്കും. ഇത് വളരെ ഡേഞ്ചറസ് ആയിട്ടൊരു സാധനമാണ്. ഇത്തരത്തിൽ ഡീപ് ഫേക്ക് ആയിട്ട് ഉണ്ടാക്കിയ സാധനങ്ങളെന്ന് പലരും പണ്ട് നമ്മൾ പറയത്തില്ല, മോർഫ് ചെയ്ത് ചിത്രങ്ങൾ കാണിച്ചു ആളെ ബ്ലാക്ക് മെയിൽ ചെയ്തു. ഇതൊക്കെ ഇനിയും വലിയ രീതിക്ക് സംഭവിക്കാൻ പോകുന്നതാണ്. എന്തൊക്കെ പറഞ്ഞാലും ഇത്തരത്തിലൊരു ഫോട്ടോ വരുമെന്നോ അല്ലെങ്കിൽ ഇത്തരത്തിലൊരു വീഡിയോ വരുമെന്ന് പറയുമ്പോഴത്തേനും പലരും പാനിക്കാവും, പലരും പേടിക്കും. അത് ഫേക്കാണെന്ന് എല്ലാവർക്കും അറിയാമെങ്കിൽ പോലും ആൾക്കാർ ഭയപ്പെടും. ഇപ്പം നിങ്ങൾ കണ്ടിട്ടില്ലേ, മോദിയുടെ ശബ്ദത്തിൽ പാട്ട് പാടുന്നു, വിജയുടെ ശബ്ദത്തിൽ പാട്ട് പാടുന്നു, പിന്നെ മറ്റേ കൊച്ചിൻ്റെ ഫോട്ടോന്ന് ചിങ്ങിക്കാന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇടയ്ക്ക് പരസ്യം വരത്തില്ലേ. അതൊക്കെ ഇത്തരത്തിലുള്ള AI സാങ്കേതിക വിദ്യയുടെ ഒരു വളർച്ചയാണ് കാണിക്കുന്നത്. ഇതിലെ അപകടം നമ്മൾ വളരെയധികം തിരിച്ചറിയേണ്ട ഒരു സാഹചര്യം കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് ഈ പേജിലേക്ക് തന്നെ വരാം. ഈ പേജിൽ ഒരുപാട് ഇൻസ്റ്റാഗ്രാമിലുള്ള നല്ല രീതിക്ക് വീഡിയോസും ഫോട്ടോസും പോസ്റ്റ് ചെയ്യുന്ന, നല്ല രീതിക്ക് കണ്ടൻറ്റ് പോസ്റ്റ് ചെയ്യുന്ന സ്ത്രീജനങ്ങളുടെ പടം എടുത്തിട്ട് അവരുടെ പടം ഇത്തരത്തിൽ AI മൂലം ഇച്ചിരി ഡ്രസ്സൊക്കെ മാറ്റിയുള്ള രീതിയിലാക്കി ഇവർ പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ സാധനങ്ങൾ ഞാനിവിടെ കാണിക്കാം. ദേശി മല്ലു എന്നാണ് ഈ ഒരു ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ പേര്. ഇതിനകത്ത് ഞാൻ കാണിച്ച ഒരാളുടെ ഹസ്ബൻഡ് ഇതിനോട് പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു.
അതാരൊന്നും കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും ഞാൻ പറയുന്നില്ല, അവരെ നമുക്ക് നശിപ്പിക്കാനൊന്നും വയ്യ. അപ്പോൾ ബേസിക്കലി യൂട്യൂബ്, ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക്, വാട്സപ്പ്, ഇതിലെല്ലായിടത്തും വാട്സപ്പില്ല, ബാക്കി ഇതുപോലത്തെ സോഷ്യൽ മീഡിയയിലുള്ള സ്ഥലങ്ങളിലെല്ലാം ഇത്തരത്തിൽ സ്ത്രീകളുടെ നഗ്ന ചിത്രങ്ങൾ പങ്കുവെക്കുന്നതിൽ വളരെയധികം ഈ ആൾക്കാർ ഇൻട്രസ്റ്റ് കാണിക്കുന്നുണ്ട്. അതിനെ കാണാനും അതിനെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒത്തിരി പേര് താല്പര്യം കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ജനങ്ങളുടെ ഒരു താല്പര്യത്തെ മുതലെടുക്കുകയാണ് ഇത്തരത്തിലുള്ള ആളുകൾ ചെയ്യുന്നത്. ഇത്രയും നാൾ സ്ത്രീകൾ സ്വന്തമായിട്ട് കാണിക്കുന്ന പ്രശ്നങ്ങൾ മാത്രം കാണിച്ചായിരുന്നു ഇവിടെ വരെ കയറ്റുന്ന ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, അറിയാമല്ലോ. അതിപ്പം മാറി മറ്റു ചില പേജുകൾ മറ്റു ചിലരുടെ പടങ്ങൾ എടുത്തിട്ട് മോർഫ് ചെയ്ത് ഇടുന്നൊരു, അതായത് വെറും എത്തിക്സ് ഇല്ലാത്തൊരു സാധനമാണിത്. കാരണം ഇപ്പോൾ ഈ പേജിൻ്റെ അഡ്മിൻ്റെ സഹോദരിയെയോ മാതാവിനെയോ ഇങ്ങനെ മറ്റൊരാൾ എഡിറ്റ് ചെയ്തിട്ട് കഴിഞ്ഞാൽ അവർ സഹിക്കുമോ? ഇതേപോലെ തന്നെ ആയിരിക്കും ആ സ്ത്രീകൾക്കും അവരുടെ ഹസ്ബൻഡ്സിനും അവരുടെ അച്ഛനും അമ്മയ്ക്കും എല്ലാം ഫീൽ ആകുന്നുണ്ടാകുക. അപ്പോൾ ഇത്തരത്തിലുള്ള പേജുകളെ നിങ്ങൾ കഴിയുന്ന മാക്സിമം ആൾക്കാർ കയറിയിട്ട് ഈ പേജിനെ ഒന്ന് റിപ്പോർട്ട് ചെയ്യണം. ഇത്തരത്തിലുള്ള ഒരു ചാനലിനെ നമ്മൾ ഗ്രോത്തിലേക്ക് എത്തിക്കാൻ പാടില്ല. ഇനി ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന ഇത്തരത്തിലുള്ള ഫോട്ടോസ് ഉണ്ടല്ലോ, ഈ ഫോട്ടോസ് ഉണ്ടാക്കാൻ കുറേ ആപ്ലിക്കേഷൻ വേണമല്ലോ. ഇതിലൊരു ആപ്ലിക്കേഷൻ്റെ പരസ്യം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അത് ഇതിനേലും പേശ ഒന്ന് കണ്ടിട്ട് പോയോ. അവരതിൻ്റെ അഡ്വർടൈസ്മെൻറ്റ് തന്നെ കാണിക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് കണ്ടോ. അതും ഒരു മലയാളി പെൺകുട്ടി വെച്ചിട്ടാണ് ഇത്തരത്തിലൊരു അഡ്വർടൈസ്മെൻറ്റ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിലുള്ള ആപ്ലിക്കേഷൻ ഈ വീഡിയോയിൽ ഞാൻ കാണിച്ച കാര്യങ്ങളെല്ലാം നിങ്ങൾ മിസ്യൂസ് ചെയ്യരുത്. മിസ്യൂസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ബേസിക്കലി കാണിച്ചത്. ഈ പേജിനെ നിങ്ങൾ പറ്റുന്നവരെല്ലാം കയറി റിപ്പോർട്ട് അടിക്കണം. ബേസിക്കലി എനിക്കറിയാം എൻ്റെ വീഡിയോ കാണുന്ന നിങ്ങളെല്ലാവരും വളരെ എത്തിക്സ് ഉള്ളവരാണ്. നിങ്ങളാരും ഇത് മിസ്യൂസ് ചെയ്യില്ല എന്ന് എനിക്ക് ഉറപ്പായിട്ടും അറിയാം. എന്നാലും അത്തരത്തിൽ മോശം ഇൻറ്റൻഷനോട് ആരും ഇതിനെ കാണരുത് എന്ന് ഒന്നുകൂടി ഓർമ്മിപ്പിച്ചു കൊള്ളുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള പേജുകളെല്ലാം റിപ്പോർട്ട് ചെയ്യുക, ഇത്തരത്തിലുള്ള സാധനങ്ങളെല്ലാം നിങ്ങൾ എതിർക്കുക. കാരണം ഇത് ഇന്ന് നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നാളെ ഇത് നമുക്ക് തന്നെ പാമ്പായിട്ട് തിരിച്ചു വരും എന്നുള്ള കാര്യങ്ങളോട് നിങ്ങൾ ദയവ് ചെയ്ത് ഓർമ്മയിൽ വെക്കുക. അത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ വീഡിയോ നമ്മൾ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും കമൻറ്റുകളായി എന്നോട് പറയാനുണ്ടെങ്കിൽ ദയവ് ചെയ്ത് കമൻറ്റ് ബോക്സിൽ കമൻറ്റുകളായി രേഖപ്പെടുത്തുക. തീർച്ചയായിട്ടും ഞാൻ വായിക്കും. തെറി വിളിക്കുന്നവർ എന്തിനാണ് തെറി വിളിക്കുന്നതെന്നും കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ സന്തോഷത്തോടെ ഏറ്റുവാങ്ങുന്നതായിരിക്കും. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.